Smoking causes cancer. Smoking kills. Consumption of alcohol is injurious to health. നിന്റെ തന്ത പണിക്കർ എൻ്റെ അച്ഛനെ കൊന്നു. അതിന് 2 പ്രാവശ്യം അയാളുടെ തലക്ക് ഞാൻ ഉന്നം വെച്ചു. ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് നിന്റെ തന്ത പണിക്കർ ഇത്രയും നാൾ രക്ഷപ്പെട്ടത്. ഒരിക്കൽ കൂടി എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. വയസ്സാം കാലത്ത് ആകെയുള്ള മകൻ്റെ മരണത്തോളം ആവില്ലല്ലോ മറ്റൊരു വേദനയും പ്രതികാരവും. ദേ, ഞാൻ ഇന്നലെ തന്ന കത്തിന് മറുപടി കിട്ടിയില്ല. ഇവിടെ ജോലിക്ക് അപ്ലിക്കേഷൻ അയക്കാനുള്ള ക്യാഷ് പോലും കഴിയില്ല. അപ്പോഴാണ് നിന്റെ മറുപടി. ഇവിടെ കറങ്ങാതെ പോയേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നാളെ കോളേജിൽ വരാം. അനു, ആ ഏട്ടൻ ഇത് തുറന്നു നോക്ക്. നിന്റെ ഏട്ടനോ തല്ലിപ്പൊളിയല്ല ഇപ്പൊ മനസ്സിലായില്ലേ? അമ്മേ, ഇത് നോക്കിയേ, സാബേട്ടന്റെ വക. നീ ഇന്നലെ വീട്ടിൽ നിന്ന് പോയതല്ലായിരുന്നോ? ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ ഓട്ടം പോയി എന്തേ? കളവ് പറയുന്നോ? നിന്റെ നാവ് ഞാൻ പെയ്തെടുക്കും, നോക്കിക്കോ. ഇന്നലെ രാത്രി മുഴുവനും ആ പണിക്കരെ ക്ലബിൽ ഷീട്ട് കളിക്കില്ലായിരുന്നോ നീ? ഞാനോ? ഷീട്ട് കളിയോ? ദേ, ഒരുമാതിരി അനാവശ്യം പറയരുത്. സാബുവിന് ചായ പറയട്ടെ? എനിക്ക് വേണ്ട, ഇവര് വിഷം കലർത്തി തരൂ. അതേടാ, ഒരു പണിക്കും പോവാതെ ഷീട്ട് കളിച്ച് നടന്നാലേ വിഷം കലക്കി തരും ഞാൻ. എനിക്ക് വേണ്ട കള ചായ. ഏട്ടന് നല്ല ചൂട് ചായ ഞാൻ ഉണ്ടാക്കി. നല്ല ചൂടുണ്ടെങ്കിലേ ഇവര് അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒന്ന് തന്നാലുണ്ടല്ലോ. അല്ല, ചായ ഉണ്ടാ? ഈ എന്തിനാണ് അമ്മയെ എപ്പോഴും കച്ചറുണ്ടാക്കുന്നത്? ഇവന് ജോലിയും കൂലിയും ഒന്നും ഇല്ല ചേട്ടാ. വാചടിക്കാൻ എല്ലാവരും ഉണ്ട്. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. കാശുണ്ടാക്കാൻ വല്ല പണിയും തുടങ്ങണം. എന്തു പണി? ചാരായവാറ്റോ കുഴൽപ്പണമോ അങ്ങനെ എന്തെങ്കിലും. പോലീസ് പിടിച്ചാലോ? പോലീസും അമ്മന്റെ ചീത്തവിളിയും രണ്ടും കൂടി നടക്കൂല. റെഡി ആണെങ്കിൽ പറ, ഞാൻ ശരിയാക്കി തരാം. എന്തേ? അത് വേണ്ട. വല്ല കള്ളക്കടത്തോ? എന്തോന്നെടുത്ത് കിടത്തും. നീ പറഞ്ഞെന്നാ മതി. കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പണം. എന്തായാലും ആന്റണി നാളെ ജയിലിൽ നിന്ന് ഇറങ്ങല്ലേ, ഓനോട് ചോദിച്ചിട്ട് ചെയ്യാം. മാർട്ടിൻ കാത്തിരിക്കുന്നുണ്ട്. നിന്നെ ഇറക്കിയ മാർട്ടിനാ. എന്താ കാര്യം? ഒരു പണി വന്നിട്ട്. അതിന് മുമ്പ് വേറൊരു പണിയുണ്ട് സ്വാമി. വണ്ടി സ്വാമി. ബൈ.
മറക്കണ്ട. എന്നാ ശരി, വൈകുന്നേരം കാണാം കേട്ടോ. ഓക്കെ ശരി. ജയ വരുന്നില്ല. നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലേ. ജയ അകത്ത് പോ. നമ്മളെ പണിയാൻ ആന്റണിയെ ജയിലിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. കുമാറിനെ കൊല്ലാൻ ബുദ്ധിമുട്ടില്ല, ബട്ട് അതിനവൻ ജീവിച്ചിരിക്കണ്ടേ. ഈശ്വരാ, എല്ലാവരും കാറിലെടുത്തോ. എനിക്കിടടോ. എനിക്കൊന്നുമില്ല. എന്നാ എൻ്റെ കാര്യം പോക്കാ. നിനക്കോ? കുഴപ്പമില്ല. ആ ഈ ഏജിലേ എൻ്റെ നോക്കട്ടെ. എൻ്റെത് ക്ലവർ കിങ്. നീ രക്ഷപ്പെട്ട ആൻ്റണി, നീ ഒരു ദിവസം കിങ് ആവും. എന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് വെലസാൻ. നിന്റെ നോക്കട്ടെ, എനിക്ക് കയ്യേറിയില്ല. ആന്റണി, അവന്റെ ശല്യം കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആരെ? ആ കുമാറിന്റെ. ഇവൻ പറഞ്ഞത് ശരിയാ. നീ ഉള്ളിൽ പോകാൻ കാരണം ഓനാണ് ആന്റണി. ഒരു പണി കൊടുക്കണം ആന്റണി. ആന്റണി, ജയ വരുന്നുണ്ട്. ആ പണിയും പോയല്ലേ. എത്ര കഷ്ടപ്പെട്ടിട്ടാ ആ പണി ഉണ്ടാക്കി തന്ന്. ആ സ്വാമി, മാർട്ടിൻ കാണാൻ വന്നിട്ടുണ്ട്. എന്താ കാര്യം? ഒരു പണി വന്നിട്ടുണ്ട്. ആന്റണിക്ക് ആ പണി വേണ്ട. എന്ത് കിട്ടും? നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂലല്ലേ. നീ എന്തിനാ ചൂടാകുന്നേ? ആന്റണി വരുന്നില്ല എന്ന് പറഞ്ഞേക്ക്. ആന്റണി, മാർട്ടിൻ നിന്റെ ചേട്ടനല്ലേ? ചേട്ടൻ? എന്ത് ചേട്ടൻ? എനിക്ക് 10 വയസ്സ്, കോഴിക്കോട് ബസ് സ്റ്റാൻഡ്, കയ്യിലൊരു ചോക്ലേറ്റും വാങ്ങി തന്ന് മുങ്ങിയതാ. പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. ചേട്ടൻ ആന്റണി, നീ കഴിഞ്ഞൊക്കെ വിട്. നിനക്ക് ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ നീ എന്നോടൊപ്പം വാ. ഇണക്കി മാർട്ടിൻ ഇരിക്കട്ടെ. ആന്റണി, എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണം. നമ്മുടെ പണിക്കര മോനെ ആ കുമാർ തീർത്തു. അവനിട്ടൊന്ന് പണിയണം. ആന്റണി സഹായമൊക്കെ നിർത്തി. മിണ്ടായിരി. ഞാൻ സംസാരിക്കുന്നത് നിന്നോടല്ല, ആന്റണിയോടാ. ആന്റണി എൻ്റെ ഭർത്താവാണ്. ആന്റണി, നാളെ പോയി സാരി എടുത്ത് നടന്നോ? അതാ നിനക്ക് നല്ലത്. സ്വാമിനാഥൻ, വാ. എനിക്ക് ആരും വേണ്ട. നീ ആരാ എന്നെ പഠിപ്പിക്കാൻ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. എനിക്ക് പണം വേണം. മനസ്സിലായോ? എങ്ങോട്ടാടി? ഓടി അവിടുന്നു. ഇനി മേലെ എന്റെ കാര്യം ഇടപെട്ട കൊന്നുകളി ഞാൻ. ജയേ, മോളെ വല്ലതും പറ്റിയോ? സാരമില്ല, നമുക്ക് എൻ്റെ വീട്ടിൽ പോവാം. വാ. ആ ശരി, വിട്ടോ. ഓക്കെ.
ജയ് 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 സുധി സുധി എന്താ ജയ എവിടെ എന്തിനാ ജയ എവിടെ പട്ടിയെ പോലെ തല്ലിയിട്ട് ജയ എവിടെയെന്ന് ചോദിക്കുന്നോ? ജയ വരുന്നില്ല. ഭാര്യയും ഭർത്താവുമ്പോൾ പല പ്രശ്നം ഉണ്ടാവും. ഈ എല്ലാ കാര്യത്തിലും കയറി ഇടപെടുന്നില്ല. നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. അയാൾ എന്താ മനുഷ്യനാ? ഒരു പാവം പെണ്ണിനെ പട്ടിയെ പോലെ തല്ലിയിട്ട്. ഗാർഡുണ്ട്. നീ എന്താ എന്നോട് പറയാൻ? എത്ര മാസോ? 3 മാസം. തന്താരി ഞാൻ തമാശ പറഞ്ഞ. നീ എന്താ ചിരിക്കാത്ത? എനിക്ക് നിന്നെപ്പോലത്തെ ഒരു കുഞ്ഞിനെ വേണോ? ചിരിക്കുമ്പോൾ കവളത്തു നുണക്കൊയ്യൊക്കെ ഉള്ള. ആരോ നല്ല കയറി മേഞ്ഞുണ്ടല്ലോ. സ്വാമി എന്താ സ്വാമി? എന്താ സ്വാമി അടിവായി കിടക്കുക? ആരാതൊക്കെ ചെയ്ത്? ആ കുമാറിൻ്റെ ആളുകളാ. വേദനിച്ചോ? ഹലോ മാർട്ടിൻ. ഹലോ ആൻ്റണിയാ? മാർട്ടിൻ എവിടെ? മാർട്ടി ഇവിടെ ഉണ്ട്. നീ സംസാരിച്ചോ? ഹലോ ആന്റണി, ആ കുമാറിന്റെ ആളുകൾ മാർട്ടിനെ തല്ലിയല്ലേ? ആന്റണി, നീ ഇങ്ങോട്ട് വാ. ഞാൻ ഇപ്പോൾ വരാം. നിങ്ങളൊക്കെ ഉണ്ടായിട്ടും നിനക്കവൻ ചേട്ടനാണെങ്കിലും എനിക്കെൻ്റെ മകനെ പോലെയാണ്. കുമാറിൻ്റെ അച്ഛൻ എൻ്റെ മെക്കെട്ട് കയറാൻ വന്നതുകൊണ്ടാണ് എനിക്ക് അയാളെ കൊല്ലേണ്ടി വന്നത്. തനിക്കറിയോ, ഞാൻ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെ എത്തിയത്. അതുകൊണ്ട് അവനെ അങ്ങ് തീർത്തേക്ക്.
കുമാർ ഇപ്പോൾ അവിടെ ഉണ്ടാവും. ഇപ്പൊ പോയ ഓഫീസ് കാണാം. അവിടുന്ന് ഒന്നും നടക്കൂല. രാത്രിയാവും സുധിന്റെ വീട്ടിൽ കാണില്ലേ? ആ അവിടുന്ന് നടക്കും. ആ അത് ശരിയാ. നിർത്ത് കുമാറിന്റെ ലോറിയാന്ന്. എവിടെയാണ് കുമാർ? പറയടാ അങ്ങോട്ട്. പറയടാ. അവിടെ അല്ലെങ്കിൽ കാട്ടിക്കളയും നിന്നെ, ഓർത്തോ? എന്നാ സ്വാമി കിട്ടോ? ശരി. അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ വെച്ചോ. ആ എത്തിയോ? അവളെന്തിനാ വന്നേ? അറിയില്ല, ചൂടാവണ്ട. അവള് വന്ന കാര്യം പറഞ്ഞിട്ട് പോയിക്കോട്ടെ. ദാ എന്താ ചെയ്യാ? എന്താ വിശേഷം? ആന്റണി എവിടെ? അവരെ പോലീസ് തരിക കുമാറിനെ കൊന്നതിന്. നിങ്ങളെപ്പോലെ അവരെ ആക്കിയല്ലേ. ആന്റണി എവിടെയെന്ന് നിങ്ങൾക്കറിയാം. എനിക്കറിയില്ല. സത്യമൊക്കെ എനിക്കറിയാം. നീ അവൾക്ക് കുറച്ച് ക്യാഷ് എടുത്ത് കൊടുക്ക്. എനിക്ക് നിങ്ങൾ ക്യാഷല്ല ആവശ്യം, എനിക്ക് എൻ്റെ ആന്റണിയെ വേണം. നിന്റെ ആന്റണിതാ ഇവിടെ ഉണ്ട്. എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം. നീ ഭക്ഷണം എടുത്തേ.
നീ എന്തിനാ അത് ചെയ്ത്? നിങ്ങൾ എന്തിനാ കുമാറിനെ കൊന്നത്? അതിന് കുഞ്ഞിനെന്തിനു കൊന്ന്? അതെന്ത് തെറ്റ് ചെയ്ത്? അതിൻ്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയൂ? ഗുണ്ടയാണെന്നോ? കൊലപാതകയാണെന്നോ? ഞാനാരെയും കൊന്നിട്ടില്ല. മാർട്ടിൻ പറഞ്ഞോണ്ട ഞാൻ ചെയ്ത്. പക്ഷെ അവൻ ചത്തിട്ടില്ലേ. എന്നാലും നീ ഇത് ചെയ്തില്ല. ഡോക്ടർ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. ആൻ്റണി ഇപ്പം എവിടെയുണ്ട്? എനിക്ക് അവനെ വേണം. ദൈവം ഒരു വഴി കാണിച്ചു തന്നതാ നന്നാവാൻ വേണ്ടി. നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവാം. ഇവിടുത്തെ ജോലിയൊന്നും വേണ്ട. പോകാന്ന് പറ ആൻ്റണി. എനിക്ക് നന്നാവും പറ്റുമോ? പറ്റൂ. നിനക്ക് നല്ലൊരു മനസ്സുണ്ട്. നിന്റെ അനിയൻ കോടതിയിൽ മാറ്റി പറഞ്ഞാൽ ഞാനും ക്ലോസ്, നീയും ക്ലോസ്. ആദ്യം നമ്മൾ സേഫ് ആവുക, എന്നിട്ട് മതി സ്വന്തം ബന്ധമെല്ലാം. അവനെ അങ്ങ് ഉറക്കിയേക്ക്. എങ്ങനെയുണ്ട്? സുന്ദരല്ലേ? എന്തായി? ടിക്കറ്റ് എടുത്തോ അതോ 6 മണിക്കട്ടെ? എ സി ആണോ? എന്താ ഇത്? വിട്. എന്തിനാ ഇത്? നമ്മൾ ഇവിടുന്ന് പോവല്ലേ, പിന്നെ എന്തിനാ ഇത്? ഇത് വേണ്ട, ഇത് കളഞ്ഞേക്ക്. എന്തിനാ ഇത്? ഇത് മാർട്ടിന് തിരിച്ചു കൊടുക്കണം. നീ റെഡി ആയിരിക്കും, ഞാൻ പോയിട്ട് വേഗം വരാം. വേഗം വരൂലേ? ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ട് അത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ വെടി കൊണ്ടിട്ടും ചാവാത്ത് അത് ഓൻ്റെ തലവര. എനിക്കെന്ത് ചെയ്യാൻ പറ്റൂ? ഇപ്പം ഞാൻ കുടുങ്ങിയില്ലേ? അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി നീ ഇവിടെ നിൽക്കണ്ട, എങ്ങോട്ടെങ്കിലും പോയിക്കോ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അവിടെ പണം വെച്ചിട്ടുണ്ട്, ഭാര്യയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോയിക്കോ. അപ്പോൾ നീയോ? ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, നീ പോ. ആ കുമാർ തിരിച്ചു വന്നാ ഞാനും നീയും കൊടുക്കും. ചേട്ടാ, നിനക്ക് എവിടെ നിന്നും കിട്ടി ഇത്രയും വലിയ ബുദ്ധി? ഞാൻ പോയില്ലെങ്കിലോ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇത് പറയാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്
എനിക്ക് നിന്നെ നല്ലോണം അറിയാം. 10 വയസ്സുള്ളപ്പോൾ നീ എന്നെ തനിച്ചാക്കി പോയതല്ലേ. നീ എന്നെ കൊല്ലാനും മടിക്കില്ല. സത്യം പറ, നീ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നല്ലേ? അല്ല പറ. ആന്റണി, നീ തോക്കെടുക്ക്. നീ പറ. ആന്റണി, നീ തോക്കെടുക്ക്, അത് പൊട്ടും. എടുക്ക. നീ ആദ്യം പറ. നീ തോക്ക് മാറ്റാണ്ടണി. നീ എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന? അതെ, നിന്നെ കൊല്ലാൻ തന്നെ. പണിക്കരാട്ടാ. വാടാ മാർട്ടിൻ, വാ. എന്തായി? കൊന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. നീ എന്നോട് ക്ഷമിക്കണം. എന്നെ കൊണ്ട് കൊല്ലിച്ചില്ലേ? 7ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പനെ തലക്കടിച്ച് കൊന്നവനാ ഞാൻ. നിന്റെ വേദന എനിക്ക് മനസ്സിലാവും. നിനക്ക് ഞാൻ എന്ത് ചെയ്യണം പറ. മാർട്ടിന് കൊടുത്തെല്ലാം നീ എടുത്തോ? അതാർക്ക് വേണം? ഈ നാട്ടിൽ ഒരുപാട് മാർട്ടിനുണ്ട്. എനിക്കതുപോലെ ആകണ്ട. എനിക്ക് നിങ്ങളെ പോലെ ആകണം. പണം, പവർ, പൊസിഷൻ എല്ലാം വേണം. നീ എന്താ വരട്ടാൻ വന്നിരിക്കുക?